It's always a joy to stand before you with the word of God. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. But sometimes you stand with lot of burden in heart. എന്നാൽ ചില സമയങ്ങളിൽ ഹൃദയഭാരത്തോടുകൂടി തന്നെയാണ് ആ ശുശ്രൂഷയിൽ ആയിരിക്കാനായിട്ട് ഇടയാകുന്നത്. Sometimes the burden is personal, sometimes it is family, sometimes it is professional, and sometimes it is spiritual. ചില ഭാരങ്ങളെന്ന് പറയുന്നത് കുടുംബങ്ങളായിട്ടോ അല്ലെങ്കിൽ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഭാരങ്ങളുമായിട്ടായിരിക്കും നിൽക്കുന്നത്. But today it is all the more, even more, as you all heard, the responsibility given to us. ഇന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് വലിയ ഭാരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. നിങ്ങൾ കേട്ടതുപോലെ Keep praying for the church. സഭയോർത്ത് തുടർന്നും പ്രാർത്ഥിക്കുക. And in the days to come we all may able to grow like Christ. ഇനി വരും ദിവസങ്ങളിൽ ക്രിസ്തുവിനെ പോലെ വളരുവാനായിട്ട് ദൈവം നമ്മെ ക്രിസ്തുവിനെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനായിട്ട് വളരുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. I was thinking, why did we close so quickly today? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് വളരെ നേരത്തെ ഞങ്ങൾ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിച്ച് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. I was thinking if it could go up to 10:45 or 10:50 something, we could have a quick message and finish off for the chaya. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു 10:45 10:50 ഒക്കെ ആയിരുന്നെങ്കിൽ മെസ്സേജും ചുരുക്കമായിട്ട് ചെയ്ത് അടുത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. But anyway, God is in control and He is the best guide for all of us. എന്നാൽ ദൈവമാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നത്, അവൻ തന്നെയാണ് നമ്മെ നയിക്കുന്നത്, അവൻ തന്നെ കഴിയും. And I am sure God has got a bigger plan to learn from the topic which I am going to just share with you. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. When I was around 11-12-year-old, I was a very hyper child. സഹോദരൻ 11-12 വയസ്സ് പ്രായം മാത്രം ഉണ്ടായിരുന്നപ്പോൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഊർജ്ജത്തോടുകൂടി നടക്കുന്ന ഒരു ബാലനായിരുന്നു. I don't think you will be now confused seeing my son. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ മകനെ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ആ സംശയം മാറിക്കിട്ടും. I was around a 10-11-year-old and very playful. 10-11 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വളരെ കളിയിലും ഒക്കെ ഉത്സുകരായിട്ട് പോവുകയായിരുന്നു. And in our village school we had a full day sports day, on Wednesday. ഇവരുടെ ഗ്രാമത്തിലുള്ള സ്കൂളിൽ അവർക്ക് ബുധനാഴ്ച ദിവസം മുഴുവൻ നേരവും കായികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു. I used to wait for the Wednesdays. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബുധനാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. Because there is no study, you can play whatever you want, and I was in the cricket and I was in the badminton, so right from the morning till evening, one after another, forgetting everything of the world, no tension, nothing, be on the field. ആ ദിവസങ്ങളിൽ പഠനമില്ലാത്തത് കൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുകയും ക്രിക്കറ്റ്, ബാഡ്മിന്റൺ അതുപോലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് മുഴുവൻ ദിവസവും വൈകുന്നേരം വരെയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാനും ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. But my father was, he was an very intelligent man. സഹോദരന്റെ പിതാവ് വളരെ വിവേകമുള്ളവനായിരുന്നു. So now I understand how intelligent he was. ഇപ്പോൾ തനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ പിതാവ് എത്ര വിവേകമുള്ളവനായിരുന്നു എന്ന്. He knew my weakness. എന്റെ കുറവുകൾ, ബലഹീനതകൾ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. He knew that I was quite a foodie guy right from the childhood. ചെറുപ്പം മുതൽ തന്നെ താൻ ആഹാരത്തിൽ പ്രിയമുള്ളവനായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. So that day he used to make my mother, our maid, to cook the best kind of the foods possible. ആ ദിവസങ്ങളിൽ, ബുധനാഴ്ച ദിവസങ്ങളിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലവണ്ണം ആഹാരങ്ങൾ പാകം ചെയ്യുന്നതിന് വേണ്ടി തന്നെ അമ്മയോടോ അല്ലെങ്കിൽ പാകം ചെയ്യുന്ന വ്യക്തിയോടോ ഒക്കെ പറയാറുണ്ടായിരുന്നു. But there was a standing order which we all members of the family have to follow. എന്നാൽ സഹോദരന്റെ കുടുംബത്തിൽ എല്ലാവരും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു നിർദ്ദേശം കുടുംബത്തിൽ മൊത്തം കൊടുത്തിരുന്നു. That day evening everybody has to have the food all together and there cannot be overlap. അന്നേ ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ആഹാരം കഴിക്കണമെന്നൊരു നിബന്ധന തന്റെ പിതാവ് വച്ചിരുന്നു. So everybody will come back, they will all have their own shower, they will all have their own time and come back and sit together, and they all have to eat together.
ആ നിർദ്ദേശപ്രകാരം എല്ലാവരും തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അവർ ആഹാരത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരിക പതിവായിരുന്നു. So I used to come from the school, with such, tiredness, with complete starvation. Come back, and the moment you enter home, there will be chicken curry smell, there will be a mutton curry smell, there will be omelette smell. Things will be lying on the table, but you can't touch. ആ ദിവസം സഹോദരൻ കായിക വിനോദത്തിലൊക്കെ ഏർപ്പെട്ട് വളരെ ക്ഷീണിച്ച അവശനായിട്ട് വളരെ വിശപ്പോടുകൂടി അന്ന് വന്ന് കയറുന്ന സമയത്ത് വല്ല ആഹാരത്തിന്റെ സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു മണം തന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടാവും. So go quickly to the bathroom, take a shower, come back, and again keep waiting. എന്നിട്ട് പിന്നെയും താൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് വൃത്തിയായി അതിനു വേണ്ടിയിട്ട് താൻ തയ്യാറായി വന്നിരിക്കും. And I used to find my father nowhere in the house. ആ സമയത്ത് തന്റെ പിതാവിനെ അവിടെ ഒന്നും കാണുവാനും കഴിയത്തില്ല. It was a standing order that we are not supposed to touch the food without him. അതെന്നെ ഒരു നിബന്ധന അവിടെ നിലവിലുണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് മാത്രമേ ആഹാരം കഴിക്കുവാനായിട്ട് ഇരിക്കാൻ പാടുള്ളൂ. I hope you can imagine the situation. You are starving, and just in front of you everything is spread over: fish curry, chicken curry, mutton curry, omelette, everything, the things which you like the most, but you cannot touch. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ, വല്ല വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ തന്നെ മുമ്പിൽ ഇരിക്കുകയും വലിയ വിശപ്പോടുകൂടി അത് കഴിക്കാൻ കഴിയാതെയും ഇരിക്കുന്ന അവസ്ഥ. The weeks went after weeks, and this was the situation. ആഴ്ചകൾ കഴിയുന്തോറും ഇത് തന്നെ പതിവായി കൊണ്ടിരുന്നു. Then I noticed my father used to take bath on other days so quickly, but that Wednesday he will be singing, he will be washing. I do not know what all he does in the bathroom, and he will come back, after half an hour, 45 minutes, and I will be just simply sitting outside. ആ ദിവസം മാത്രം തന്റെ പിതാവ് വളരെ വൈകിയാണ് കുളിച്ച് വൃത്തിയായി താൻ ആഹാരം കഴിക്കുവാനായിട്ട് വന്നിരിക്കുന്ന. പതിവിലും താമസിച്ചാണ് താൻ അതിനു വേണ്ടി വന്നിരിക്കുന്നത്. ആ സമയമെല്ലാം സഹോദരൻ ഇതിനു വേണ്ടി കാത്ത് ആ ടേബിളിൽ വെയിറ്റ് ചെയ്തിരിക്കും. And sometimes, I used to be provoked to just take one piece of the chicken, put it in the mouth and get out. ഒരു പക്ഷേ അവിടെ അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് പുറത്തോട്ട് പോയാൽ എന്ത് എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. But he was more intelligent than me. He used to keep the security guards, my mother, my maids, and everybody, to just check whether I am touching the food or not. എന്നാൽ തന്റെ പിതാവ് മാതാവിനെ അത് നോക്കുവാനായിട്ട് അല്ലെങ്കിൽ വേലക്കാരി അതിനെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. Now I understand what was he meaning. ഈ സമയത്ത് ഇന്ന് എനിക്കത് എന്തുകൊണ്ടാണ് തന്റെ പിതാവ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. Because he wanted to really teach me the greatest lesson of life, that is called endurance. അത് എന്താണ് തന്നെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ച സത്യം എന്ന് പറയുന്നത് സഹനം അല്ലെങ്കിൽ ക്ഷമിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. Just be calm and just be doing what you are doing. വളരെ ശാന്തമായിട്ട് എന്താണ് നീ ചെയ്യുന്നത് അതിൽ ശാന്തമായിട്ട് സാവധാനം അതിൽ നിന്ന് ചെയ്യുവാനായിട്ട് നിന്നെ പഠിപ്പിക്കുന്ന ഒരു സത്യം. I use this technique for my son on Sundays after he comes from the soccer class, soccer match, football coaching. തന്റെ സഹോദരന്റെ മകനോടുള്ള ബന്ധത്തിലും ഈ ഒരു പ്രക്രിയ താൻ തുടർന്നു വരുന്നു. സഹോദരന്റെ മകൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കളിച്ചിട്ട് വരുമ്പോഴും ഇതേ കാര്യങ്ങൾ അവിടെ നടന്നു വരികയാണ്. But children are too advanced. Straight away he asks, "Dad, you don't love me." അപ്പോ ആ കുഞ്ഞ് അല്ലെങ്കിൽ മകൻ എന്റെ പിതാവിനോട് പറയുന്ന ഒരു വാക്കാണ്, പിതാവേ അപ്പ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. You don't love me, that is why you are not giving me the food. സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ ആഹാരം എടുക്കുവാനായിട്ട് എന്നെ സമ്മതിക്കാത്തതെന്ന്. I do not know what all other techniques I need to learn to teach to my son for endurance. ഈ ഒരു സഹനം പഠിക്കുവാൻ, ക്ഷമ പഠിക്കുവാനായിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇനിയും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. Endurance is one of a very, very important phenomena in the character of a believer. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സഹനം, ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. And there are a number of lessons the Spirit of God is teaching us in the scripture. അതിനോടനുബന്ധിച്ച് അനേക സത്യങ്ങൾ ദൈവാത്മാവ് ഈ സഹനത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. Father in heaven is always wanting his children to have the patience, the endurance to go on in life, to be an example for the world. സ്വർഗ്ഗത്തിലെ പിതാവ് തന്റെ മക്കളായിരിക്കുന്ന വിശ്വാസികൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ക്ഷമയും സഹനവും അവർക്കുണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം തനിക്കുണ്ട്. But if you ask me, I will give an award to the man called Henry Hugh as the century, father of the century, for his doing for his son.
എന്നാൽ ഞാൻ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹെൻറി പാട്രിക് ഹ്യൂഗ് എന്ന് പറയുന്ന ഒരു മകനെ വളർത്തിയ ഒരു പിതാവിൻ്റെ, നൂറ്റാണ്ടിലെ ഒരു പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. Henry Hugh and his wife, when they got married, when they started thinking for their family, they also had a lot great dreams. ഹെൻറി താൻ വിവാഹം കഴിക്കുകയും താൻ കുടുംബമായിട്ട് പല തീരുമാനങ്ങളും പല സ്വപ്നങ്ങളും അവർ ഒരുമിച്ച് കാണുകയും ഉണ്ടായി. He wanted to have his son so good in baseball so they both can play and have an adventurous life. താൻ ആഗ്രഹിച്ച ഒരു കാര്യം, തനിക്ക് ജനിക്കുന്ന മകനെ താൻ ബേസ്ബോൾ എന്നുള്ള കായിക വിനോദത്തിൽ ഏർപ്പെടുകയും അവർക്ക് ഒരുമിച്ച് അതിൽ കളിച്ച് വളരുവാനായിട്ട് ഇടയാകുമെന്നുള്ള വലിയ സ്വപ്നത്തോടു കൂടിയാണ് താൻ ആയിരുന്നത്. He wanted to be involved with his children education, with his upbringing, and use the time maximum with his child. ആ കുഞ്ഞിനോടൊപ്പം പരമാവധി സമയം ചിലവഴിച്ച് തനിക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനും താൻ സ്വപ്നം കണ്ടിരുന്നു. But he never thought that God has a greater plan in his life. എന്നാൽ തനിക്ക് ഒരിക്കലും ആ വ്യക്തിയെക്കുറിച്ചുള്ള വലിയ പദ്ധതികളെ കുറിച്ച്, ദൈവത്തിന് ഉള്ള പദ്ധതിയെക്കുറിച്ച് തനിക്ക് ധാരണയില്ലായിരുന്നു. All their dreams came to the standstill, or to be more precise, got scattered the moment they saw their baby boy being born. അവർക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം അവർക്ക് നൽകിയ ആ നിമിഷത്തിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുകയും നിശ്ചലമായി പോവുകയും ചെയ്ത ഒരു നിമിഷമായിരുന്നു. The Patrick Henry Hugh was born blind with not only born blind but also born with a deformity in his joints. പാട്രിക് ഹെൻറി എന്ന് പറയുന്ന ആ കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ ജന്മനാൽ തന്നെ കുരുടനായിരുന്നു, അല്ലെങ്കിൽ കണ്ണു കാണാൻ അന്ധനായിരുന്നു. അത് മാത്രമല്ല, തൻ്റെ ജോയിൻസ് എല്ലാം തന്നെ ചലിപ്പിക്കുവാൻ, തനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടോട് കൂടിയാണ് താൻ ജനിക്കുന്നത്. Father Henry went to the God's presence and he asked God, "What did you give me?" പിതാവ് ദൈവസന്നിധിയിൽ ചെന്ന് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ദൈവമേ, നീ എന്താണ് എനിക്ക് നൽകിയത്? Had it been a blind child, we could have trained. Had it been only joint deformity, we could have treated it. But this is one among the billion, the greatest, the deadly combination of blind with a deferred joints. ഒരു പക്ഷേ ഒരു അന്ധനായിട്ടുള്ള കുഞ്ഞാണ് ലഭിച്ചെങ്കിൽ അതിനെ ചികിത്സിക്കാമായിരുന്നു, അല്ലെങ്കിൽ അസ്ഥികൾക്ക് ബുദ്ധിമുട്ടുള്ള അസുഖമുള്ള കുഞ്ഞായിരുന്നെങ്കിൽ അതിനുള്ള ചികിത്സ നൽകാമായിരുന്നു. എന്നാൽ വളരെ കോടിയിലധികം ഒരാൾക്ക് മാത്രം വരുന്ന ആ രോഗം രണ്ടും കൂടെ ചേർന്ന് അന്ധനും ആ അസ്ഥിയുടെ പ്രശ്നവുമായിട്ട് ജനിച്ച ഒരു കുഞ്ഞിനെ എന്തിനാണ് തന്നത്? But he went on taking care of his child. എന്നാൽ താൻ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തുടർന്നു. Henry was a good musician. ഹെൻറി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മ്യൂസിഷ്യനായിരുന്നു. And he wanted to make his son sit when he's playing the keyboard. അവൻ തൻ്റെ മകൻ മ്യൂസിക് അല്ലെങ്കിൽ കീബോർഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് താൻ അവനോടൊപ്പം ഇരിക്കുക പതിവായിരുന്നു. One day he noticed at the age of 9 months that his son is, putting his finger on the keys, not with that with the strong fingers, but very softly, and playing the keys properly. 9-ാം മാസത്തിൽ ആ കുഞ്ഞ് ആ പിയാനോയിൽ അല്ലെങ്കിൽ കീബോർഡിൽ ഇരുന്ന് വളരെ സാവധാനത്തിൽ, വളരെ ഈണത്തോടു കൂടി തൻ്റെ വിരലുകൾ ചലിപ്പിക്കുന്നത് തനിക്ക് കാണുവാനായിട്ടിടയായി. Within months he was able to realize the songs which he used to play, his son used to play the keys back. തന്നെ വളരെ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ തൻ്റെ ആ മകൻ തനിക്ക് ആ വിശേഷമുള്ള പാട്ടുകളൊക്കെയും താൻ വളരെയധികം എളുപ്പത്തിൽ അത് വായിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായി. Within years the child was in the programs. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ ആ മകൻ പ്രോഗ്രാംസിലൊക്കെ ഇത് പെർഫോം ചെയ്യുവാനായിട്ട് തുടങ്ങി. Henry says, "My son could not throw my ball back in the baseball games, but he throws back the keys, the song for the songs which I play him back." ഹെൻറി ഇങ്ങനെ പറയുകയുണ്ടായി, തൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമായിട്ടുള്ള ബേസ്ബോൾ തന്റെ മകനെ കൊണ്ട് കളിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ലായിരിക്കും, എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആ കീബോർഡിന്റെ കീസ് നല്ലവണ്ണം പ്രസ് ചെയ്യുവാൻ അല്ലെങ്കിൽ വായിക്കുവാനായിട്ട് തന്റെ മകന് സാധിക്കുന്നുവെന്ന്. The school days, the Patrick was one of the key member in the band of the schools. സ്കൂൾ ജീവിതത്തിൽ ആ കുഞ്ഞ് പാട്രിക് ഹെൻറി എന്ന് പറയുന്ന കുഞ്ഞായിരുന്നു അവരുടെ ബാൻഡിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി.
And when they reached the university, he became the celebrity of the city. താൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഒരു ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ പെർഫോമർ ആയിട്ട് താൻ മാറുകയുണ്ടായി. The story is not something which goes so smoothly. ആ ഒരു സംഭവം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ പരുക്കൻ സ്വഭാവമൊന്നും ഇല്ലാതെ പോയ ഒരു സംഭവമായിരുന്നില്ല. But it had a lot of painful, rather I would call a struggled path. എന്നാൽ ആ പാതകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വേദനകളും ബുദ്ധിമുട്ടും യാതനകളും അനുഭവിച്ച സമയങ്ങൾ തന്നെയായിരുന്നു. Henry, the father, thought that God has given him a son. ഹെൻറി എന്ന് പറയുന്ന പിതാവ് ഞാൻ വിശ്വസിച്ചിരുന്നത് ദൈവം തനിക്കൊരു മകനെ നൽകി. And he was sure that he had a plan in his life. അവന് ദൈവത്തിന് അവനെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലായി. So Henry started taking the job in the UPS company in the gray hour. That means in the night from 11 o'clock morning 6 o'clock. തന്റെ ജോലി 9 മണി മുതൽ 11 മണി വരെയുള്ള ആ രീതിയിലുള്ള ഒരു ജോലിയാക്കി താൻ മാറ്റുന്നു. And morning he will come back at 6, sleep till 9 or 10, then take the child to the school. അതിനുശേഷം താൻ കടന്നു വന്നിട്ട് തന്റെ കുഞ്ഞിനെ പരിപാലിക്കുകയും കുഞ്ഞിനെ സ്കൂളിലേക്ക് ആക്കുകയും ചെയ്യുന്നു. He will sit throughout the day with the child in the classroom, take all his notes, support him in studies, come back again in the evening, do his homework, take care of his child, and again go back to the job. കുഞ്ഞിനോടൊപ്പം തന്നെ സ്കൂളിൽ പോവുകയും ക്ലാസ്സിലെടുത്ത് നോട്ടുകൾ എഴുതി തന്നെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുകയും ഭവനത്തിൽ വന്ന് അതിന്റെ ഹോംവർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതത് സദാസമയം ആ കുഞ്ഞിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് താൻ ഉണ്ടായിരുന്നു. Henry says, I prayed that I wanted to be more with my child during the studies and his baseball games, but I never thought that I will be getting so much of time with my child in this way. ഹെൻറി എന്ന് പറയുന്ന ആ പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, ഒരുപാട് സമയം എനിക്ക് കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, ഒരുപാട് സമയം കുഞ്ഞിനോടൊപ്പം ബേസ്ബോൾ കളിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഇത്ര അധികം സമയം ദൈവം എനിക്ക് നൽകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. He endured the plan of God in his life so beautifully that the story begins from his university life. ആ ഒരു സഹനമുള്ള ആ യാത്രയുടെ ജീവിതം അവിടെ ആ യൂണിവേഴ്സിറ്റിയുടെ ആ ജീവിത കാലഘട്ടത്തിൽ താൻ ആരംഭിക്കുകയാണ്. Because this little boy Patrick was selected in a band for the football team in the city. അവരുടെ ഫുട്ബോൾ ടീമിലൊക്കെ ബാൻഡിലേക്ക് താൻ അത് സെലക്ട് ആവുകയും തന്നെ ആ നഗരത്തിൽ ഒരു പ്രമുഖ ബാൻഡിന്റെ കീഴിൽ താൻ ആവുകയും ചെയ്തു. During the football game there is a break, and during this break the team band they play and move around the ground. ഈ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് അവന്റെ ബ്രേക്ക് ടൈമിൽ ഇതുപോലുള്ള ബാൻഡോ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അതിന് അവർ ഗ്രൗണ്ടിലൂടെ നടന്ന് ഈ ബാൻഡിന്റെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്നത് പതിവാണ്. So football team they selected this Patrick as a band, but there was a question. ഈ ഫുട്ബോൾ ടീം പെട്രിക്കിനെ ബാൻഡിലേക്ക് അവർ സെലക്ട് ചെയ്തു, എന്നാൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. How are they going to march, because they have to move around the ground, and how are they going to march with this blind and debilitated child? ഈ സഞ്ചരിക്കുവാനോ അല്ലെങ്കിൽ കാണുവാനോ കഴിയാത്ത ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ആ ബാൻഡിൽ മാർച്ച് ചെയ്ത് മുന്നോട്ട് ഓരോ ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടായി. And then comes the solution, and I am sure we will look at this video and you will realize that Patrick and Henry, they both have become one of the greatest celebrity in the United States. പ്രിയമുള്ളവരെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് വളരെ മനോഹരമായിട്ടാണ് തന്റെ ബാൻഡ് വായിച്ചതെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ വിചിത്രമായിട്ട് തന്റെ പിതാവ് അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. The piece is titled Clair de Lune, Light of the Moon. In the darkness of his eyes and through the sweetness of his hands, when Patrick Hughes plays, it is the music of possibility and the sound of promise. How would you describe your disabilities?
Not disabilities at all, more abilities. Abilities everybody hears and sees at every Louisville football game. To understand how Patrick Hughes and his father became a two-person member of the Cardinal Marching Band, go back to when the music began. Born without eyes and with a tightening of the joints that prevents his limbs from ever straightening, Patrick has been blind and crippled from birth. It's just countless the number of dreams that died, and my wife and I were devastated. We just asked, why us? We played by all the rules, we worked hard, we just didn't understand. Kisses for Dad. That heartbreak began to fade even before Patrick's first birthday, from his first moments at the family's piano in Louisville, Kentucky. You could go up and hit a note no matter where it was on the piano, and within one or two tries he would find that exact note. By his second birthday, he was playing requests. Can you play You Are My Sunshine? Say Twinkle. I was just ecstatic that, okay, we're not going to play baseball, but we're going to play music together. And that was really exciting. Let's see how far we can run with this. Fitted with artificial eyes and placed in a wheelchair, as Patrick grew, so did his passion and his talent. He played old standards by grade school Way we open up our hearts, say cannonball. and blues numbers by high school. By the time he arrived at the University of Louisville this year, his musical ability on piano as well as trumpet was well known throughout the city. I said, Patrick, you need to be a part of the marching band. And their reaction was just a little bit of a pause. My dad and I are hearing this and we're like, right. I mean, how in the heck am I supposed to march? The next step was working out what we needed to make happen in order for Patrick to be involved in the marching band, other than just parking on the sidelines and playing his instrument. I said, well, if Dr. Burns that impassioned about it and Patrick wants to do it, then by golly, I'll give it my all as well. So it was decided Patrick would play and Dad would push. As part of the 214-member Louisville Marching Band, a blind and wheelchair-bound trumpet player and his able-bodied father do it all together. From the pre-game drill practice to the march around the stadium to the halftime performance in front of thousands. Dad rolls and rotates his son across the field in mostly perfect formation. He'll sometimes end up pushing me a little quicker than normal, so that pretty much means, hey, must have done something wrong, so he's got to hurry up to get me to the right spot. Dip. Spin. In order to be at every band practice I'm too slow on the spin. and to sit beside his son in every class, Question? How do you come up with all the... Patrick's father works the graveyard shift for UPS. How would you describe a work day for your dad? Poor thing. He goes to work about 11 o'clock at night, Monday through Thursday nights, and then gets in at about 6 and goes to bed at about 6 and sleeps till around 11. By the time Patrick moves from his bed into his wheelchair each morning, Dad is ready to begin their day together. He's my hero. I've told him before. What he goes through, it's taught me that I don't really have any complaints. I guess a father couldn't ask for any more than the relationship that I have with Patrick. God made me blind and unable to walk. Big deal. He gave me the ability the musical gifts I have and the great opportunity to meet new people. That's your fans, buddy. Maybe when they hear him play, they recognize, wow,
imagine the possibilities I didn't even consider when I saw this young man that I now know from hearing him play. So whether it be on a field playing the Louisville fight song or at the piano playing Claire de Lune, in a sense the melody is the same. Patrick Hughes plays so that we might hear the music of opportunity and the sound of potential. Beloved, this is a story of Patrick and Henry Hughes. ഇതാണ് പാട്രിക് ഹെൻറി ഹ്യൂഗ്സിന്റെ കഥ. In his biography, Against All Odds, Patrick, the son, writes about his father that I am safe. എഗൈൻസ്റ്റ് ഓഡ്സ് എന്ന് പറയുന്ന തൻ്റെ ആത്മകഥയിൽ താൻ ഈ ഒരു കാര്യം എഴുതുകയുണ്ടായി, താൻ എപ്പോഴും സുരക്ഷിതനാണ് എന്ന കാര്യം. I am concentrating on my task of playing the music while marching. My father is holding me back. ആ ഒരു ഗാനം അവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന തൻ്റെ പിതാവിനെ താൻ കാണുക. Doesn't this reflect something? ഇതെന്തെങ്കിലും ഒരു സംഭവത്തെയോ കാര്യത്തെയോ ആണോ കാണിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? We are running the race in this world where our Father in heaven is holding us. We are not able to realize it, right? ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന ഓരോ ചരണങ്ങളിലും ദൈവം നമ്മെ താങ്ങി നടത്തുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? And today I just want to specifically talk about that. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Hebrews chapter 12 verses 1, 2 and 3. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് ആദ്യം വായിക്കുക. Hebrews chapter 12 verses 1, 2 and 3. 1 മുതൽ 3 വരെയുള്ള വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. We are here to run the race. നാം ഇവിടെ ആയിരിക്കുന്നത് ഈ ഒരു ഓട്ടക്കളത്തിലാണ്. We are here where the goal is set for you and me. നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനം ദൈവം ആക്കി വച്ചിരിക്കുകയാണ്. We are not here by an accident. Let me make it very, very clear. ഒരു കേവല യാദർശികമായിട്ട് നാം ആരും ഇവിടെ ആയിരിക്കുന്നില്ല. There is a plan for you, there is a plan for me. നിങ്ങൾക്കും എനിക്കും ഒരു പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. The problem with us is we are not able to understand the goal. ഈ ഒരു ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. We are unable to focus the goal and we are diverting our focus to different other things. നമ്മുടെ ലക്ഷ്യത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ കേന്ദ്രീകരിക്കാതെ മറ്റു പലതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. Spirit of God is very, very, very clear that we all are here for a purpose. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ദൈവത്തിന്റെ പദ്ധതിയുടെ കീഴിലാണ്. Most of us, we do not concentrate on a goal, rather trying to concentrate on some other goal in our life. നമ്മൾ മിക്ക പേരും തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കേന്ദ്രീകരിക്കാതെ മറ്റു പലതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുകയാണ്. We have to run the race. നാം ആ ഓട്ടം ഓടേണ്ടത് ആവശ്യമാണ്. We have to accomplish the purpose in our life. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നാം നേടേണ്ടത് ആവശ്യമാണ്. And when we run the race, definitely there will be problems, there will be trials. നാം ആ ഓട്ടം ഓടുന്ന സമയത്ത് പല പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പരീക്ഷകളും നമുക്കുണ്ടാകും. തീർച്ചയായും I always say God will keep you or establish you in the place which you will never like in life. നിങ്ങൾ ഒരുപക്ഷെ ആകുവാനായിട്ട് ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാത്ത ചില സാധനങ്ങളായിരിക്കും ദൈവം ഒരുപക്ഷെ ആക്കി വെച്ചിരിക്കുന്നത്. God will put you in a place where you will be having the best of the troubled making boss in your life. പ്രിയമുള്ളവരെ, വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്. God will give you the children which you will never like to treat them properly. God will give you the children who will be toughest to treat them in your life. ദൈവം വളരെ കഠിനമായിട്ട് അവരെ ജീവിതത്തിൽ ഈ സാധനങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. You will be having the relationship which will be too difficult to maintain because God has
placed you not only to train you up, but also to depend, be transformed and depend like Him. നിങ്ങളെ ആ സ്ഥാനങ്ങളിൽ, ബുദ്ധിമുട്ടേറിയ സ്ഥാനങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ പരിശീലിപ്പിച്ച് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ സമയത്തും ദൈവത്തിൽ നിങ്ങളുടെ ആശ്രയം വയ്ക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. In my life, I had been struggling in couple of months to understand why did God give me the situation which I am right now. സഹോദരൻ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ ആദ്യ മാസങ്ങളിൽ താനും ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളും ഇത് തന്നെയായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇവിടെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത്? Why did you give me the situations which I am in? ഈ ഒരു അവസ്ഥയിലേക്ക് സാഹചര്യത്തിൽ ദൈവം എന്നെ എന്തുകൊണ്ട് എത്തിച്ചു എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. Professionally, it had been very tough to work in past 6-7 months. ഈ തന്നെ ജോലി സംബന്ധമായിട്ട് കഴിഞ്ഞ 6-7 മാസങ്ങളായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. So much tough to be involved in the ministry. ശുശ്രൂഷകൾ ഏർപ്പെടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ താനായിരിക്കുന്നു. Why God? Why? എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? I'm sure you all can relate with me. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്നോട് ബന്ധത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുക. Let me make it very clear. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് ഒരു കാര്യം സംസാരിച്ചു കൊള്ളട്ടെ. God was very, very profound in speaking to me in this way. ഈ ഒരു സ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ദൈവം വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. This is my race which I have to run. ഈ ഓട്ടമാണ് ദൈവം എന്റെ മുമ്പാകെ വച്ചിരിക്കുന്നത്. It is not that He is going to correct my boss. ഇത് എന്റെ യജമാനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയല്ല. It is not that He is going to correct the people around me where I am involved in the ministry. എന്നോടൊപ്പം ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കുന്നവരെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. But He is going to transform me into His likeness. എന്നാൽ കർത്താവിനോട് തന്നെ തന്റെ ജീവിതത്തെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി. And that exactly is the Spirit of God is telling in this verse 1. Endurance, right? ആ ഒരു കാര്യം തന്നെയാണ് സ്ഥിരതയോടുകൂടി എന്നുള്ള വാക്കിനാൽ ദൈവാത്മാവിനാൽ ഈ 12-ാം അധ്യായം ആദ്യ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. You have to run the race. നാം ആ ഒരു ഓട്ടം ഓടിയാലേ പറ്റത്തുള്ളൂ. We have to live our life as it comes on our way. നമ്മുടെ ജീവിതത്തിൽ ആ വരുന്ന ഓരോ സാഹചര്യത്തിനനുസരിച്ച് നാം ഓടേണ്ടതാണ്. The only thing which we have to do is just endure it. നാം ആ സഹന ശക്തിയോടുകൂടി തന്നെ അതിൽ മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. There is no other go. മറ്റു പല ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല. There is no other way out. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. What is the meaning of endurance? എന്താണ് ഈ സഹനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്? Endurance is a capacity to sustain for an activity for longer period of time. ഈ സഹനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാവുന്ന പല കാര്യങ്ങളെയും വഹിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടുന്ന പാകത്തിൽ നമ്മെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. It is a capacity to sustain the activity which we are going to involve for longer period. വളരെയധികം കാലത്തിലേക്ക് പോകുവാൻ നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമ്മെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. Interestingly, Spirit of God is teaching us something very, very important. വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് നമ്മളോടൊന്ന് സംസാരിക്കുകയാണ്. What does this second verse say? How are we going to run to in this world? എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മളെ ഓട്ടം ഓടുവാനായിട്ട് പോകുന്ന 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Run the race with endurance, looking at Christ the champion, the author and finisher of your faith. നിങ്ങളുടെ ഓട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ആവണം. Now the question comes, how did Jesus run his life? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പാകെ വരും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓട്ടം എങ്ങനെയായിരുന്നു? It is too difficult to run this race in this world. ഈ ലോകത്തിൽ തന്നെ ജീവിതത്തിലുള്ള ആ ഓട്ടം എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഓട്ടമായിരുന്നു. So there are so many angles, but I am not going to take all, but going to concentrate on 3 observations. അതില് ബഹുമുഖങ്ങളായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ 3 കാര്യങ്ങൾ മാത്രം ഞാൻ എന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. Endurance in the physical pain. തന്റെ ശാരീരികമായ വേദനയിലുള്ള സഹനം. How did Jesus Christ take up the physical pain? എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശാരീരിക വേദനയെ കൈകാര്യം ചെയ്തത്? Saji uncle was explaining while we were in the worshiping. We were remembering the Lord through bread and wine.
നാം കർത്താവിനെ ആരാധിച്ച സമയത്ത് സജീവങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുകയുണ്ടായല്ലോ. But I just want to add some more. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Read chapter 4 of Luke. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. His pain, physical pain, did not start only on the mountain of Calvary. ആ കാൽവറി ക്രൂസിലല്ല അവൻ്റെ ആ ശാരീരികമായ വേദന ആരംഭിച്ചതെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Read verses 1 and 2. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. Do you see any pain here? ഏതെങ്കിലും വേദന നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടോ? 40 days. 40 ദിവസം There was no food. ഒരു ആഹാരങ്ങളും ഇല്ലാതെ. And devil was tempting Christ throughout these days. ഈ 40 ദിവസവും പിശാച് തന്നെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. Was he in pain? അത് വേദന ഉളവാക്കുന്നതായിരുന്നോ? He was in pain. അവൻ വേദനയിൽ തന്നെയായിരുന്നു. You just stay, you just stay hungry for a day. ഒരു ദിവസം നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാതെ ഒന്ന് ഇരുന്ന് നോക്കിയേ. It pains. അത് വേദന ഉളവാക്കുന്നതാണ്. Second day, രണ്ടാമത്തെ ദിവസം all the more pain. പിന്നെയും കൂടുതൽ ആ വേദനകൾ വർദ്ധിക്കും. Third day, മൂന്നാമത്തെ ദിവസം you will not get up from the bed. നിങ്ങൾക്ക് ഒരു പക്ഷേ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. But Jesus Christ was hungry for 40 days and had allowed the devil to tempt him. 40 ദിവസം താൻ ഭക്ഷണം കഴിക്കാതായിരിക്കുകയും എന്നിട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തന്നെ അനുവദിക്കുകയും ചെയ്തു. Why was he doing that? എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത്? He wanted to prove himself that he, as a human being, is able to defeat the devil. Right? താനൊരു മനുഷ്യനാണെന്ന് തെളിയിക്കുകയും തനിക്ക് ആ ഒരവസ്ഥയിൽ ആയിരുന്നുകൊണ്ട് തന്നെ സാത്താനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നും തെളിയിക്കുകയാണ് ചെയ്തത്. So in the most of the situation, in the physical pain, torments us, breaks us away from God. പ്രിയമുള്ളവരെ, ശാരീരികമായ വേദനകൾ പലതും തന്നെ നമ്മെ കർത്താവിൽ നിന്ന് അകലുവാനായിട്ട് ഇടയാക്കി തീർക്കാറുണ്ട്. In most of the occasion, we are driven by our physical pain. മിക്ക സന്ദർഭങ്ങളിലും തന്നെ ആ വേദനയാൽ നമ്മെ തന്നെ നാം നയിക്കപ്പെടാറുണ്ട്. To put it in other way, we are driven by our physical comfort in our Christian life. ഞാൻ അതിനെ മറ്റൊരു രീതിയിലേക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ സുഖലോലുലതയിൽ നിന്ന് അത് നമ്മെ നയിക്കുന്നതായിട്ട് മാറിത്തീരുന്നുണ്ട്. I have to finish a portion in the morning for my studies, but I'm unable to wake up. Right? രാവിലെ ഒരു ഭാഗം പഠിച്ചു തീർക്കണമെന്ന ആഗ്രഹത്തോടെ ഞാനായിരുന്നു. എന്നാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. This is a typical excuse we have from our children. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കേൾക്കുന്ന സാധാരണയുള്ള എക്സ്ക്യൂസസ്. We love being on the bed. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. I mean, let me tell you, we grown-ups are also even more better. ഈ ഒഴിവൊഴിവ് പറയാൻ നമ്മൾ മുതിർന്നവർ പോലും അതിൽ മിടുക്കരാണ്. Brother, why did you not pray? ഒരു സഹോദരനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് സഹോദരൻ ഇന്ന് പ്രാർത്ഥിക്കാത്തത്? The moment I start praying, my eyes getting closed and I don't feel like praying, so I just go and sleep. താൻ പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകൾ അടച്ച സമയത്ത് തന്നെ ഉറക്കം വരികയും താൻ പോയി കിടന്നുറങ്ങുകയും ചെയ്തു. We can't stand on the knees. Why? Because there is a pain on the knees. എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്. I cannot sit and read because there is a back pain. എനിക്ക് ഇരുന്ന് വചനം വായിക്കുവാനായിട്ട് കഴിയത്തില്ല, കാരണം എനിക്ക് നടുവേദനയാണ്. Whom are we trying to fool? ആരെയാണ് നമ്മൾ പറ്റിക്കുവാനായിട്ട് നോക്കുന്നത്? My beloved, I am not demeaning the painful situations which you go through physically.
ഞാൻ പ്രിയമുള്ളവർ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ പോകുന്ന ആ ശാരീരികമായ വേദനകളെ ഞാൻ അവഗണിച്ചുകൊണ്ടോ ത്യജിച്ചുകൊണ്ടോ അല്ല ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. With all the due respect, with all the diseases which we have in our body, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശരീരത്തിലെ ആ രോഗങ്ങളെല്ലാം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് പൂർണ്ണ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ഇത് പറയുകയാണ്. that our physical pains are not the excuse to come and grow before the Lord. പ്രിയമുള്ളവരെ, ശാരീരികമായ വേദനകൾ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയാത്തതിനുള്ള ഒഴികഴിവുകളാവാൻ പാടില്ല. Jesus bore the pain. കർത്താവായ യേശു ക്രിസ്തു വേദന അനുഭവിച്ചു. You know, yesterday evening we as a family were searching what is it written in the gospel about the crucifixion. ഇങ്ങനെ കുടുംബമായിട്ട് സഹോദരൻ ആയിരുന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം ക്രൂസിഫിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ക്രൂശീകരണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പരതുകയുണ്ട്. Mark chapter 15 verse 24. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം, after he was crucified, അവനെ ക്രൂശിച്ച ശേഷം. You read throughout the gospel, you will not find any other explanation about this crucifixion. ഈ ഒരു പരാമർശം മറ്റ് സുവിശേഷങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. They crucified him. അവർ അവനെ ക്രൂശിച്ചു. After his crucifixion, അവനെ ക്രൂശിച്ചു കഴിഞ്ഞതിന് ശേഷം there is no other explanation. അതിന് പ്രത്യേകിച്ച് വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. I do not know why did Spirit of God miss that complete elaboration of the pain of Christ on the cross while getting on the crucifixion. ഈ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വേദനയെ കുറിച്ച് ദൈവാത്മാവ് എന്തുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത്? Saji uncle was telling that, you know, before he was taking up the cross, he was whipped throughout his body. നാം ആരാധനയ്ക്ക് പറഞ്ഞതുപോലെ അവനെ ക്രൂശീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ തടിയിൽ കിടത്തുന്നതിന് മുൻപ് തന്നെ അവന്റെ പുറം മുഴുവൻ അടിച്ചു പൊളിച്ചതായിട്ട് നാം വായിക്കുന്നു. There was not a single place which was not oozing blood. രക്തം വമിക്കാത്ത ഒരു സ്ഥാനങ്ങളും തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നില്ല. There was there was a crown on the thorns, and they not only kept the crown, they hit the crown on with a bang on his head. ആ മുൾക്കിരീടം എടുത്ത് തന്റെ തലയിൽ വെക്കുക മാത്രമല്ല, അത് തന്റെ തലയിൽ വെച്ചിട്ട് ഓങ്ങി ആ വടി കൊണ്ട് അത് അടിച്ച് തലയിലേക്ക് ഇറക്കുകയാണ്. And just imagine they take him all the way to the mountain top, and they lay him on the cross, two beam. ആ മലയിലെ മുകളിലേക്ക് അവനെ ഇതേ ഒരു അവസ്ഥയിൽ നടത്തിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ തടി കഷ്ണത്തിലേക്ക് അവനെ കിടത്തി ആണിയടിക്കുക. They are laying him flat on the beam. ആ ഒരു തടി കഷ്ണത്തിന്മേൽ തന്നെ നിവർത്തി ഇങ്ങനെ കിടത്തുകയാണ്. I imagine, then when they stretch their hand, they would have put their, they would have caught couple of people, they would have caught the hands, and they while nailing him on the palm. നിങ്ങളെ 1-2 പേർ ചേർന്ന് ഒരു പക്ഷേ ആ കൈകൾ പിടിച്ചു വെച്ചിട്ടായിരിക്കണം ആ കരങ്ങളിൽ അല്ലെങ്കിൽ ആ കൈകളിലേക്ക് ആണി അടിച്ചിറക്കുവാനായിട്ട് അവർ തുടങ്ങുന്നു. It was not a muttusuji, it was a big nail which they pierced his hand through. അത് ചെറിയ ഏതെങ്കിലും മൊട്ടുസൂചിയുടെ വലിപ്പമുള്ള ആണിയൊന്നുമല്ല, വലിയ സൈസിലുള്ള ആണിയാണ് തന്റെ കരങ്ങളിലേക്ക് അടിച്ചിറക്കുന്നത്. When they are placing the nail, they are hitting with a hammer. അവർ ആ ചുറ്റിക കൊണ്ട് അത് അടിച്ച് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. It was not a fun moment for Christ to just bear all this, my beloved. പ്രിയമുള്ളവരെ, അതെനിക്ക് ലഘുവായ ഒരു കാര്യമല്ല ഈ വേദനകളൊക്കെ സഹിച്ച് കർത്താവായ യേശു ക്രിസ്തു അവിടെ കിടക്കുക എന്നുള്ളത്. One side when they pierced him, there is another hand left. ആ ഒരു കൈ അവിടെ അടിച്ച് ഇറക്കി ഉറപ്പിക്കുന്ന സമയത്ത് മറ്റൊരു കൈ അവിടെ ഒഴിവായി അവിടെ ഇരിക്കുന്നുണ്ടാവും. He would have, I do not know what would have been doing. He would have been waiting for the next hand to be ready, right? അപ്പൊ അടുത്ത കൈക്ക് വേണ്ടി താൻ അവിടെ തയ്യാറായിട്ട് ഇരിക്കുക. I do not know what were his feet doing that moment. അന്ന് കാലുകൾ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. But I believe his feet were getting ready for the nails to be pierced through. ആ കാലുകളിലേക്ക് ആണികൾ അടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് താൻ തയ്യാറാവുന്നുണ്ടായിരിക്കാം. Why? എന്തുകൊണ്ടാ?
Why so much of physical pain? എന്തുകൊണ്ടാണ് അത്രയും ശാരീരികമായ വേദനയിലൂടെ കർത്താവ് കടന്നുപോയത്? He was remembering you and remembering me. എന്നെയും നിങ്ങളെയും അവൻ ഓർത്തുകൊണ്ട് തന്നെയാണ്. You know why? എന്തുകൊണ്ടാ? I'll show you. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Read verse 2. Verse 2 of Hebrew 12. 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുന്നു. Very small phrase but speaks volume. വളരെ ചെറിയ ഒരു വാക്യശകലമാണ് അവിടെ കാണുന്നത്, എന്നാൽ വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്. The joy which was waiting for him in the heaven, the joy which he was waiting for him in the heaven, he was ready to take the cross. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് താൻ ആ ആണികൾ അടിക്കുന്ന വേദനകൾ താൻ സഹിക്കുക. He was ready for the pain, the physical pain, because there is a wonderful joy which was awaiting for him in the heaven. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട്, സ്വർഗത്തിലെ ആ സന്തോഷം ഓർത്തുകൊണ്ട് ആ ശാരീരികമായ വേദനകൾ താൻ സഹിക്കുവാനായിട്ട് തയ്യാറാകുന്നു. He was ready to run the race with endurance. ആ ഓട്ടത്താൻ സ്ഥിരതയോടുകൂടി ആ വേദന സഹിച്ചുകൊണ്ട് താൻ ഓടുകയാണ്. He is enduring the physical pain because there is a joy in the heaven which he is going to foresee. ആ ശാരീരികമായ വേദന താൻ സഹിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തനിക്ക് സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്ന വലിയ സന്തോഷം ഓർത്തുകൊണ്ടാണ്. My beloved, you will be in a situation which will be the toughest in your life. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. You have a problem from your children, from your relatives, from your profession, XYZ reasons. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നാവാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നാവാം, മറ്റു പലതിൽ നിന്നാവാം, നിങ്ങളുടെ ജോലി സംബന്ധമായ ഏത് കാര്യങ്ങളിൽ നിന്നും ആവാം. Endure it. അസഹ്യത ശക്തിയോടുകൂടി. Depend on the Lord, the God who can provide you the endurance. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ആ സഹനം നൽകിയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട്. Because there is a joy in the heaven. അതിന് കാരണമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ വലിയ സന്തോഷം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. I know God knows your problem. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നവും വേദനയും എന്താണ് ദൈവത്തിന് വ്യക്തമായി അറിയാം. It may be the physical pain. ഒരുപക്ഷെ അത് ശാരീരികമായ വേദനകളായിരിക്കാം. But your physical pain should not divide you or break you from God. എന്നാൽ പ്രിയമുള്ളവരെ, ആ ശാരീരികമായ വേദനകൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അടർത്തി കളയുവാനായിട്ട്, മുറിച്ചു കളയുവാനായിട്ട് ഇടയാക്കരുത്. Rather be ready for the greater joy in the days to come. അതിന് പകരമായിട്ട് നാം ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന സന്തോഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹനശക്തിയിൽ മുന്നോട്ടാം. That is why the Hebrew writer says, look at that Jesus Christ, the champion, the initiator and finisher of our faith. അതുകൊണ്ടാണ് 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നിങ്ങൾ നോക്കുവാനായിട്ട്. When Jesus can do, you and me, we all can do. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ രീതിയിൽ വേദന സഹിച്ചുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കുക തന്നെ ചെയ്യും. Enduring the physical pain. ആ ശാരീരികമായ വേദന നാം സഹിക്കുക. Number 2, രണ്ടാമത്തെ കാര്യം, enduring the mental agony. രണ്ടാമത്തെ കാര്യം, മാനസികമായ യാതന അനുഭവിക്കുന്നു. Verse 5 of chapter 17, John chapter 17 verse 5. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. Okay, father and son having a conversation. പിതാവും പുത്രനും തമ്മിലുള്ള ഒരു സംഭാഷണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. The son says, give me the glory before this world was made. എനിക്ക് ഈ ലോകത്തിന് മുമ്പേ ഉള്ള ആ മഹത്വം എനിക്ക് നൽകണമേ, എന്നെ മഹത്വപ്പെടുത്തണമേ. Jesus Christ was with the fullest of the glory when the world was created along with his father in the heaven. ഈ ലോകം ഉണ്ടാകും മുമ്പേ തന്നെ താൻ കർത്താവായ യേശു ക്രിസ്തു ആ തികഞ്ഞ പൂർണ്ണമായിട്ടുള്ള മഹത്വത്തിൽ തന്നെയായിരുന്നു. Right? അങ്ങനെയല്ലേ? Yes. അതെ.
and what is the glory or what is the situation he is going through. എന്നാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ സമയത്ത് കടന്നു പോകുന്നത്? I'll show you a glimpse. ഞാൻ അത് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Chapter 13 of John chapter 13 verses 2 and 3. Verse 2 and 3. 13-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 2-3 വാക്യം. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. 3-ാം വാക്യം. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. Okay, now read verse 4. 4-ാം വാക്യം കൂടെ വായിക്കാം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി. Why? എന്തുകൊണ്ടാ? To teach you and to teach me the act of forgiveness. ക്ഷമയുടെ ആ വലിയ പാഠം നമ്മെ പഠിപ്പിക്കുവാനായിട്ട്. He's coming down. അവൻ താഴേക്ക് ഇറങ്ങുകയാണ്. He knows where he has come. He knows what the authority he has been given. And again, knowing that very fact, he again comes down. What? He takes the bowl and the water and the towel to wash the feet of the disciples. പ്രിയമുള്ളവരെ, തനിക്ക് ലഭിച്ച അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ താൻ ആ തുവർത്തെടുത്ത് ആ പാത്രമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനായിട്ട് താൻ താഴേക്ക് ഇറങ്ങുകയാണ്. It was not an ordinary act. ഇതൊരു സാധാരണമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ലായിരുന്നു. Just before this, he has been given a number of names. അതിനു മുമ്പ് താൻ അനേക പേരുകൾ അവിടെ പറയുന്നുണ്ട്. They called him carpenter's son. അവർ പറയുന്നുണ്ട് ഇതിനെ ആശാരിയുടെ മകനല്ലേ എന്ന് പറയുന്നുണ്ട്. They called him he works by the power of Beelzebul. അവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് അവന് പഴികേൽക്കേണ്ടി വന്നു. They call him lunatic. അവന് ഭ്രാന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു. He has been given a number of names. അനേക പേരുകൾ അവനെ കുറിച്ച് പറയുന്നുണ്ട്. I sometimes wonder what would have been he going through when he heard all this. ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ എന്തായിരിക്കും ചിന്ത? I sometimes tell my son, നിനക്കൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. I always remind him that I work from them. ഇങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടും, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അധ്വാനം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? I get disappointed by the fact that they don't obey or they don't treat me the way. You know, we all long for from our children so much. നാം വളരെയധികം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. God in heaven thought that his children may become obedient, may respect, may depend. But what are they giving? They are giving the names. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവ് നാം മക്കളായിരിക്കുന്ന നാം അവനെ അനുസരിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്നുള്ള ആഗ്രഹം, ആ പ്രതീക്ഷ ദൈവത്തിനുണ്ട്. എന്നാൽ നമ്മൾ എന്തൊക്കെ പേരുകളാണ് നൽകുന്നത്? No. Other way around. He came down in this world. അവൻ ഈ ഭൂമിയിലേക്ക് വരികയും to correct us, നമ്മെ ശരിയാക്കുവാനായിട്ട്. But he was given names, different kind of names. എന്നാൽ അവന് പല മോശമായ പേരുകൾ നാം നൽകുകയുണ്ടായി. He would have been really disappointed. അവന് വളരെ നിരാശനായി പോകാനുള്ള എല്ലാ സാധ്യതയും. Mentally he had gone through so much in his lifetime. അവൻ മാനസികമായിട്ട് അനേക പ്രയാസങ്ങളിലും വേദനയിലൂടെ എന്താണ് കടന്നുപോയിട്ട്. There are so many examples I wanted to show, but I'll just show one and then we'll go forward. പ്രിയമുള്ളവർ, അനേക ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഞാൻ ഒന്ന് മാത്രം കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. Matthew chapter 26 and verse 39. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാമത്തെ വാക്യം. No, 39. 39-ാമത്തെ വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് നിന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. The mental agony before the cross. ക്രൂശീകരണത്തിന് മുമ്പുള്ള തന്റെ മാനസികമായ യാതന. Father, please remove this cup, but not my
your will be done. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. And for this prayer there was none to stand with him, to bow with him. ഈ ഒരു പ്രാർത്ഥന താൻ കഴിക്കുന്ന സമയത്ത് തന്നോടൊപ്പം അതിനുവേണ്ടി യാചിക്കുവാനായിട്ട് മറ്റാരും അവിടെ ഇല്ല. All the good disciples, they all are snoring. എന്നാൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാവരും ഒരു കൂർക്കം വലിച്ചിറങ്ങുകയാണ്. My beloved, പ്രിയമുള്ളവരെ, what do you do when your church member, they are struggling mentally, physically, emotionally? പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ മാനസികമായിട്ട് യാതനയിലായിരിക്കുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? I want to leave this question with you. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ വെച്ച് നാം മുൻപോട്ട് പോകുകയാണ്. They are struggling physically, they are mentally down. ശാരീരികമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്, മാനസികമായ യാതന അവരനുഭവിക്കുന്നുണ്ട്. When I was thinking, when they were piercing the nail on his hand, he would have been calling father. He could have called father, and just with one blink, all these soldiers would have gone off from him. ആണി തന്റെ ശരീരത്തിലേക്ക്, കൈകളിലേക്ക് അടിച്ചിറക്കുന്ന സമയത്ത് തനിക്ക് വേണമെങ്കിൽ തന്റെ പിതാവിനെ വിളിച്ച് കണ്ണിമിക്കുന്നതിനിടയിൽ ഇവരെയൊക്കെ ഭസ്മമാക്കും അല്ലെങ്കിൽ മാറ്റുവാനായിട്ട് കഴിയുമായിരുന്നു. When he was hungry for 40 days, he could have asked the father to provide him something, right? 40 ദിവസം താൻ ഉപവസിച്ച സമയത്ത് തനിക്ക് വേണമെങ്കിൽ തന്റെ പിതാവിനോട് ഭക്ഷിക്കുവാനായിട്ട് ചോദിക്കാമായിരുന്നു. Remember one thing, when we are weak physically, mentally, emotionally, that is a moment we are tempted by devil. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ശാരീരികമായ വേദനയിലൂടെയും മാനസികമായ യാതനയിലൂടെയും വൈകാരികമായ വിഷമങ്ങളിലൂടെയും പോകുമ്പോഴാണ് പിശാച് നമ്മെ പ്രലോഭിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അവസരം മുതലാക്കുന്നത്. Jesus Christ had two options on the cross. കർത്താവായ യേശുക്രിസ്തുവിന് ക്രൂശിൽ 2 അവസരങ്ങൾ ഉണ്ടായിരുന്നു. Either depend on God, ഒന്നുകിൽ ദൈവത്തിൽ ആശ്രയിക്കുക, or use his power to finish those soldiers. തന്റെ ശക്തി ഉപയോഗിച്ച് തനിക്ക് ആ പടയാളികളെ നശിപ്പിക്കാനും കഴിയും. If he had done the second, he wouldn't have the joy in the heaven as he has been having. ഞാൻ ആ രണ്ടാമത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ ആ സ്വർഗ്ഗത്തിലെ സന്തോഷം തനിക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. When we are tempted, we have two options: either depend on God or align with the plan of devil. ഉപവാസത്തിലായിരുന്ന സമയത്തും തനിക്ക് കർത്താവിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ പിശാച് പറയുന്നതിന് വിധേയപ്പെടാനും കഴിയുമായിരുന്നു. How is our mental status at that moment? പ്രിയമുള്ളവർ, ആ സമയത്ത് തന്റെ മാനസിക അവസ്ഥ എന്തായിരുന്നിരിക്കാം? Do we depend on God? നാം കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടോ? I am myself, I keep myself in the situation and I say I most of the time fail. പ്രിയമുള്ളവർ, ഞാൻ എന്നെ തന്നെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ട് നിർത്തുമ്പോൾ പല അവസരങ്ങളും ഞാൻ പരാജയപ്പെട്ടത് ഓർക്കുകയാണ്. It's not only the physical pain, it is the mental agony which I most of the time fail in endurance. പ്രിയമുള്ളവരെ, ശാരീരികമായ വേദന ഉള്ളപ്പോൾ മാത്രമല്ല, മാനസികമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനശക്തി ഇല്ലാതെ പോയ സമയങ്ങൾ. Enduring the physical pain, enduring the mental agony. പ്രിയമുള്ളവരെ, ശാരീരികമായ വേദന സഹിക്കുക, മാനസികമായ യാതനകൾ സഹിക്കുക, and finally enduring the spiritual struggle. പ്രിയമുള്ള, മൂന്നാമതായിട്ട് ആത്മീയമായ പോരാട്ടത്തിൽ സഹിക്കുക. Mark chapter 15 verse 34. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ, Mark chapter 15 verse 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. Mark 15 15-ാം അധ്യായം 9-ാം മണി നേരത്തെ യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. he was in the spiritual struggle on the cross where his father, whom he depended the most, because of him he came in this world, had left him. പ്രിയമുള്ളവരെ, താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും സംസാരിച്ചതും സംഭാഷണം നടത്തിയതുമായിട്ടുള്ള തൻ്റെ പിതാവിൽ ആശ്രയിച്ചു. ആ പിതാവ് ഈ സമയം തന്നെ കൈവിട്ടിരിക്കുക.
Can you imagine? നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? I'll show you one more example. ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുക. John chapter 17. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം verses 5. We will read again. 5-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. Can you see the struggle? ആ ഒരു പോരാട്ടം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? Jesus Christ, the Son of God, has come in this world, living His glory, becoming a human. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും മനുഷ്യനായിട്ട് ജീവിച്ചു താൻ ആയിരിക്കുന്ന സമയത്ത് He is going to finish His job and is praying unto His Father, God, give me the glory back. തൻ്റെ ആ ഒരു അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിനോട് താൻ ചോദിക്കുകയാണ്, ആ മഹത്വം എനിക്ക് നൽകണമേ എന്ന്. Read verse 4. അതിന്റെ 4-ാം വാക്യം കൂടെ നോക്കി: ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. I am done. ഞാൻ അത് പ്രവൃത്തി തികച്ചിരിക്കുകയാണ്. I have finished the task what you had given me. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ചെയ്തിരിക്കുക. I have introduced, I have shown you through my life. എന്റെ ജീവിതത്തിലൂടെ നിന്നെ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുക. See the struggle. പ്രിയമുള്ളവർ, ആ ഒരു യാതന, പോരാട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? My beloved, what is your spiritual struggle? പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ പോരാട്ടം എന്താ? Have you ever prayed before the Lord, Lord, I am not able to enjoy with you? നാം എപ്പോഴെങ്കിലും കർത്താവേ, നിന്നോടൊപ്പം എനിക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Did you ever pray, God, control my anger? ദൈവമേ, എന്റെ കോപത്തെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Did you ever pray, God, I am not able to love my brother? Sorry, I am not able to love my brother. എന്റെ സഹോദരനെ എനിക്ക് സഹിക്കുവാനായിട്ട് കഴിയുന്നില്ല പിതാവേ, അപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? These are spiritual struggle, my beloved. Your Father is just longing to hear from you. പ്രിയമുള്ളവരെ, ഇതെല്ലാം ആത്മീയ പോരാട്ടങ്ങളാണ്. ദൈവം നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. Unless we endure, unless we depend, നാം അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നാം ആ കാര്യത്തിൽ അവനിൽ സഹിക്കുന്നുവെങ്കിൽ, we cannot. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ. Now the next question comes, how long should I endure? അടുത്ത ചോദ്യം വരും, ഞാൻ എത്ര നാൾ ഇത് സഹിക്കേണ്ടി വരും? How long should I tolerate my husband, my wife, my children? എത്ര നാൾ എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സഹിക്കേണ്ടി വരും? How long should I tolerate my boss? എത്ര നാള് എൻ്റെ യജമാനെ ഞാൻ സഹിക്കേണ്ടി വരും? How long I should be tolerating my neighbors, my brother? എത്ര നാൾ എൻ്റെ അയൽവക്കക്കാരെ, എൻ്റെ സഹോദരങ്ങളെ ഞാൻ സഹിക്കേണ്ടി വരും? James gives the best answer on this. യാക്കോബ് ഇത് സുവിശേഷത്തിൽ അതിന് നല്ലൊരു ഉത്തരം അവിടെ നൽകുന്നുണ്ട്. James chapter 1. 1-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം verses 3 and 4. അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ: നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, Read the verse again. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. We need to endure till we reach the point of perfection. പ്രിയമുള്ളവരെ, ആ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് നാം സ്ഥിരതയുള്ളവരായിരിക്കണം. Job, when you read his book, in the first chapter it says that he was a perfect man. ആ യോബിന്റെ പുസ്തകം നാം അവന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ വളരെ പൂർണ്ണമായ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Yeah, he was a perfect man. വളരെ നല്ലൊരു മനുഷ്യനെ അവിടെ കാണുവാനായിട്ട് കഴിയും. But when you read the conversation later, at the final stage, he comes before the Lord and he asks, Lord, sorry for my impatience. പ്രിയമുള്ളവരെ, അതിന്റെ ആ അധ്യായങ്ങൾ ഓരോന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തോട് താൻ ക്ഷമ ചോദിക്കുകയാണ്. തന്റെ ആ ക്ഷമയില്ലാത്ത സ്വഭാവത്തിന് ക്ഷമിക്കണമേ എന്ന്. God wanted to treat his impatience. ദൈവം അവന്റെ ആ ഒരു ക്ഷമയില്ലാത്ത, അല്ലെങ്കിൽ അവന്റെ സഹനശക്തി ഇല്ലായ്മയെ ദൈവം അവിടെ നന്നാക്കുകയാണ്. God is treating you and me with the situations he is providing.
പ്രിയമുള്ളവരെ, നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ പരീക്ഷിക്കുക. Put yourselves in the hands of God. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചാൽ, Depend on Him. അവനിൽ നമ്മൾ ആശ്രയിച്ചാൽ, Just depend on Him. Endure the situation and you will reach to a point of perfection. അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളെ നാം സഹനത്തോടെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. Paul write to the people in Corinth in the most beautiful way, which I like the most. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ആ വിശ്വാസികളോട് ഇങ്ങനെ പറയുന്ന ഒരു രംഗമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. Day by day you are transforming from one glory to another, becoming like Christ. ഓരോ ദിനവും നിങ്ങൾ കർത്താവിനെ പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. When will this happen? എപ്പോഴാണ് ഇത് നടക്കുന്നത്? When we endure Christ. നാം കർത്താവിനെ പിന്തുടരുക, അല്ലെങ്കിൽ അവനോട് സ്ഥിരതയോടുകൂടി ആയിരിക്കും. Look at Christ. കർത്താവിനെ നോക്കുക. Endure the physical pain. ആ ശാരീരിക വേദന നമ്മൾ സഹിക്കുക. Endure the mental agony. ആ മാനസികമായ വേദന നമ്മൾ സഹിക്കുക. Endure the spiritual struggle. ആ ആത്മീയ പോരാട്ടത്തിൽ നാം സ്ഥിരതയോടുകൂടി ആയിരിക്കുക. And when you depend on the Lord, നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോൾ you can run the race. നമുക്ക് ആ ഓട്ടം സ്ഥിരതയോട് ഓടാൻ പറ്റും. And you can reach to the destination. ആ തീരത്തേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. God bless you all as you consider this. ഈ വാക്യങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.